ഇപ്പൊ കേരളത്തിലെ സംസാരമാണ് കുട്ടികളെ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ് റൂമുകൾ എല്ലാവരും ഒരു റോയിലിരിക്കുക. വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞ 15-16 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഓരോ സ്കൂളിലും ഓരോ ക്ലാസ് റൂമിലും ഓരോ ടീച്ചർമാരും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഫീസ് കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഒരു 1250 സ്കൂളുകളിലെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത്ര വർഷത്തിൽ ഇത് ശരിയായിട്ട് നടത്തിയേക്കുന്ന ഒരേ ഒരു സ്കൂളേ ഉള്ളൂ. അത് പ്രസിഡൻസി സ്കൂളാണ്, നിസാമാബാദ്. അവിടെ കുട്ടികൾ 4 പേരുള്ള അല്ല 5 പേരുള്ള വൃത്തങ്ങളിലിരുന്ന് പഠിക്കാറുണ്ട്. ഇപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും ഇനം ഈ ഇരിക്കുന്ന സ്ട്രക്ചറും ഇതിനും ഒരു മാറ്റമാണ്, നല്ലതാണ്. പക്ഷെ ഇതും ഒരു റിജിഡ് സ്ട്രക്ചറായി മതി. അപ്പൊ നമ്മൾ പലപ്പോഴും ക്ലാസ് റൂമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ വരയ്ക്കാൻ പറയുമ്പോൾ എല്ലാവരും വരയ്ക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. അതായത് കുറച്ച് ജനലുകളും കുറച്ച് ബെഞ്ചുകളും കുറച്ച് ഡെസ്കുകളും ഒരു ബ്ലാക്ക് ബോർഡും പിന്നെ അതിനൊരു ടീച്ചറും. നമ്മുടെ ക്ലാസ് റൂമുകളിലെ ഏറ്റവും റിജിഡ് ആയിട്ടുള്ള, റിജിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വളയാൻ പറ്റാത്ത ആയിട്ടുള്ള ഒരു സംഭവം, ഒരേ ഒരു സ്ട്രക്ചറേ ഉള്ളൂ. അത് ആക്ച്വലി ഈ ഡെസ്കും ബെഞ്ചും അല്ലെ ഭിത്തിയൊന്നും അല്ല, ഇതൊക്കെ പൊളിച്ചു പണിയാണ്. പൊളിക്കാൻ പറ്റാത്തതും ഒരിക്കലും അനങ്ങാത്തതുമായിട്ടൊന്നു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്ലാസ് റൂമിലെ കുട്ടികൾ ഇരിക്കുന്ന രീതിയാണ്. എല്ലാവരും റോയിൽ ഇങ്ങനെ ഇരിക്കും. അതായത് കുറച്ച് പിന്നെ ഒരു 5 അല്ലെങ്കിൽ 6 റോ കാണും. അതിൻ്റെ അകത്ത് അതിൽ വരുന്ന പ്രിജുഡിസുകൾ അല്ലെങ്കിൽ മുൻവിധികൾ, ഈ മുൻവിധികളാണ് ക്ലാസ് റൂമിലെ മാറ്റാൻ പറ്റാത്ത ഏറ്റവും വലിയ പ്രതിബന്ധം. ഏറ്റവും മുമ്പിലിരിക്കുന്ന കുട്ടി എല്ലാ ഉത്തരത്തിനും എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നു, എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യുന്നു. ഏറ്റവും പുറകിലിരിക്കുന്നതാണ് ഉഴപ്പൻ. എന്തെങ്കിലും ശബ്ദം കേട്ട് ടീച്ചർ പുറകിലോട്ട് വരും, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. ഇതാണ് നമ്മുടെ ടീച്ചർമാർ പറയുന്നത്. ഇത് 13 വർഷം കേട്ട് വളർന്ന മനുഷ്യരെ എനിക്കറിയാം. ഇത് അവർക്ക് മാത്രമല്ല കുഴപ്പം, ഈ മുമ്പിലിരിക്കുന്നവൻ കുഴപ്പമാണ്. ഈ മുമ്പിലിരിക്കുന്ന കുട്ടികൾ നല്ലതായി വന്നേച്ച് ജീവിതത്തിൽ ഒന്നും ചോദ്യം ചെയ്യുക, ടീച്ചറിനെ വിളപ്പിക്കുകയല്ല, ടീച്ചറിനെ വിഷമം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു സംശയം പോലും ഈ കുട്ടികൾ ചോദിക്കുകയല്ല. കാരണം ഈ ചോദ്യം ചോദിക്കുന്നത് പല ടീച്ചർമാർക്കും ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ ടീച്ചർമാരുടെ അപ്രീതി പിടിച്ചു പറ്റാത്ത മുൻബെഞ്ചുകാരും, എപ്പോഴും ടീച്ചർമാരുടെ അപ്രീതിക്ക് പാത്രമാകുന്ന പിൻബെഞ്ചുകാരും, ഇതാണ് നമ്മുടെ ഏറ്റവും അനക്കാൻ പറ്റാത്ത ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പലപ്പോഴും ഈ സ്ട്രക്ചറിന് പല പല മാനദണ്ഡങ്ങളുണ്ടാകും. ഇന്ത്യയിൽ അത് വരുമ്പോഴേക്കും അത് ജെൻഡർ ആകാം, അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജാതി ബോധങ്ങളാണ്. നിറം, കറുത്ത വർഗ്ഗക്കാര്, കറുത്ത മനുഷ്യർ, വെളുത്ത മനുഷ്യർ, ഈ ഇതുപോലത്തെ തരംതിരിവുകളൊക്കെ ഈ ക്ലാസ് റൂമിന്റെ സ്ട്രക്ചറിന്റെ അകത്ത് ജാതി, ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ വർഷങ്ങളായിട്ട് ജീവിച്ചു വളർന്നു വരുന്നത്. ഇത് അവരുടെ ഭാവിയിലേക്ക് നമ്മൾ 13 വർഷം പിൻബെഞ്ചുകാരുടെ പറയുന്നത് നിന്നെ ഒന്നിനും കൊള്ളുകയാണ്. ഈ കുട്ടി ഈ പുറകിലിരിക്കുന്നവന്റെ വിചാരം ആനന്ദ കോമളയാണെന്നാണ്. അതായത് ഇതിൽ ഏറ്റവും സങ്കടം വരുന്ന കാര്യം, അതായത് 20% കുട്ടികൾ മനുഷ്യര് ഡിസ്ലെക്സിക്കാണ്. ഈ 20% ഡിസ്ലെക്സിയായ കുട്ടികൾ സാധാരണ ക്ലാസ്സിൽ പെർഫോം ചെയ്യില്ല. അവർ എക്സ്ട്രീംലി ഇന്റലിജന്റ് ആണ്. ഐൻസ്റ്റീൻ പോലെ അല്ലെങ്കിൽ ടോണി ബ്ലെയർ പോലെ അല്ലെങ്കിൽ റിച്ചർഡ് ബ്രാൻസൺ പോലെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ അവര് ക്ലാസ്സിൽ റെഗുലറായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് ബാക്ക് ബെഞ്ചിലാണ്. അവിടെ അവര് ഇത് കേട്ട് തഴച്ചു വളരും. ഒന്നിനും കൊള്ളിയില്ലാത്തവർ, ഒന്നിനും കൊള്ളി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഫ്ലെക്സിബിൾ സീറ്റിംഗ് ഉണ്ടാകണം. ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാകണം നമ്മുടെ ക്ലാസ് റൂമുകൾ. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, ഞങ്ങൾ എപ്പോഴും ട്രെയിനിങ്ങുകൾ ചെയ്യുമ്പോൾ പറയുന്നതാണ്, ദൈവത്തെ ഡെസ്ക് ബെഞ്ച് വിടരുത്, കസേരകൾ തരിക, അതൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ക്ലാസ് റൂമുകൾ ഒരിക്കലും ഓർഡർലി ആയിരിക്കില്ല. മനുഷ്യ മനസ്സും നമ്മുടെ സർഗവാസനകളും ഒന്നും അങ്ങനെ ഒരു ചിട്ടപ്പെട്ട കാര്യങ്ങളല്ല. ആ ചിട്ട ഉണ്ടാകുന്നത് ഈ ഒരു എക്സ്പ്ലോറേഷനിലൂടെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും റാൻഡം ഗ്രൂപ്പിംഗ് കുട്ടികളെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഈ 10 വർഷം പഠിച്ചു ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചിലുള്ള കുട്ടികൾ തമ്മിൽ ഒരുപക്ഷെ അടുത്ത് ഇടപെടാത്ത പോലും ഉണ്ട് സ്കൂളുകളുണ്ട്. ഞങ്ങളൊക്കെ കോളേജുകളിലെ ട്രെയിനിങ്ങിന് പോയി കഴിയുമ്പോഴേക്കും 3 വർഷം 4 വർഷം ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനോട് ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും നല്ല ഫീഡ്ബാക്ക് എനിക്കൊന്നും കിട്ടുന്ന ഇതാണ്. അതായത് ഞങ്ങൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം ഒരുമിച്ച് പഠിച്ചു, പക്ഷെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ടില്ല. ഈ ഒരു 3 ദിവസത്തിൽ ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാനും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് എനിക്കൊന്നും കിട്ടാറുള്ളത്. നമ്മുടെ ക്ലാസ് റൂമുകൾ കൊളാബറേറ്റീവ് ആണ്. നമ്മുടെ ക്ലാസ് റൂമുകൾ ബാക്കിയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവ് പേ പ്രഷർ. അവര് വേറുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ല, നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും.
പോസിറ്റീവ് പിയർ പ്രഷറാണ്. കുട്ടികൾ പരസ്പരം സഹകരിക്കുന്ന, പരസ്പരം പങ്കുവെക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന ഒരു പോസിറ്റീവ് പിയർ പ്രഷറുള്ള കൾച്ചർ, ഒരു പ്രൊഡക്റ്റീവ് കൾച്ചറാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നം ചെയ്യുന്നത്.